Hello friends, welcome to Nexus Professional Training. I am Anupama Subin. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഏരിയ ആൻഡ് വോളിയം ആണ്, അതുപോലെ തന്നെ ജോമെട്രി എന്നും പറയും. അപ്പോൾ അതിലെ അപ്കമിങ് എക്സാമായ വിഇഒ അതുപോലെ തന്നെ റെയിൽവേയുടെ RRBയുടെ എക്സാംസിനെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസ് എല്ലാം കാണുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ന്യൂ വിസിറ്റേഴ്സാണ് നമ്മുടെ ചാനലിൻ്റെ എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം പോയി നോക്കുക. ബേസിക്സ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രോബ്ലം ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ ക്ലാസ്സുകളിലേക്ക് വരിക. അതല്ല നമ്മുടെ റെഗുലർ വിസിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന മാതിരി തന്നെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓക്കെ, ഇനി സമയം കളയുന്നില്ല, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. First question നോക്കൂ. The floor of corridor is 100 meter long and 3 meter wide. Cost of covering the floor with carpet 50 centimeter wide at ₹15 per meter is. ഇപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഒരു കൊറിഡോറിൽ ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറ് ഇപ്പം നമ്മളിങ്ങനെ മീറ്റർ ലോങ്ങുമാണ്, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 3 മീറ്ററുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ കൊറിഡോറിൻ്റെ ഫ്ലോർ വരുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഒരു ഇത് വരുന്നത് വിചാരിക്കും. അപ്പോൾ 3 മീറ്റർ വിഡ്ത്തുണ്ട്, 100 മീറ്റർ ലെങ്ത്തും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് കാർപ്പറ്റ് വെച്ചിട്ട് കവർ ചെയ്യണം ആ ഫ്ലോർ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന കാർപ്പറ്റിന് എത്രയാണ് തന്നിരിക്കുന്നത്? 50 സെൻറ്റിമീറ്റർ വൈഡായിട്ടുള്ള, അപ്പോൾ ഒരു വീതി, എത്ര വീതിയുണ്ട്? 50 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർപ്പറ്റ് വെച്ചിട്ട് നമുക്കിതിനെ കവർ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ എത്രയും നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ₹15 പെർ മീറ്റർ ആണ്. ₹15 ആണ് പെർ മീറ്റർ വരുന്ന കോസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊറിഡോർ കവർ ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ പെർ മീറ്റർ റേറ്റാണ് നമുക്ക് കാർപ്പറ്റിൻ്റെ തന്നിരിക്കുന്നത്. അപ്പോൾ എത്ര മീറ്റർ കാർപ്പറ്റ് വേണം എന്ന് നമുക്കറിയണം. മനസ്സിലായോ? എത്ര മീറ്റർ കാർപ്പറ്റ് വേണം എന്നറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് പെർ മീറ്റർ റേറ്റ് വെച്ചിട്ട് അത്ര മീറ്ററിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എത്രയാണ്? കൊറിഡോറിൻ്റെ ലെങ്ത് എത്രയാണ്? L = 100 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? 3 മീറ്റർ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന കൊറിഡോറിൻ്റെ ഏരിയ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ് വരുന്നത്? ഏരിയ =LB = 300 മീറ്റർ സ്ക്വയർ വരും. നമുക്ക് 50 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് നമ്മുടെ കാർപ്പറ്റിന് ഉള്ളത്. മനസ്സിലായോ? പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലാണ്. ഇപ്പോൾ 50 സെൻറ്റിമീറ്ററിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ = 50/100 = 0.5 മീറ്റർ. ഇത് കൺവേർഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് 50 സെൻറ്റിമീറ്ററിന് നമ്മൾക്ക് 0.5 മീറ്ററിന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എത്ര മീറ്റർ കാർപ്പറ്റാണ് നമുക്ക് ഈ 300 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്യാൻ വേണ്ടത്? മനസ്സിലായോ? ഹൗ മെനി മീറ്റേഴ്സ്? അപ്പം എത്ര മീറ്റർ വേണം? മീറ്റേഴ്സ്. എത്ര മീറ്റർ കാർപ്പറ്റ് വേണം നമുക്ക്? = ഈ തന്നിരിക്കുന്ന ഏരിയ എത്രയാണ്? 300/0.5. മനസ്സിലായോ? 300/0.5. നമുക്ക് എത്ര മീറ്റർ തന്നിരിക്കുന്നത്? അതിൻ്റെ വിഡ്ത്ത് 0.5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾക്ക് തന്നിട്ടില്ല. എത്ര ലെങ്ത്ത് വേണം നമുക്കത്? ആ 0.5 തന്നെ നമുക്ക് 100 മീറ്ററാണ് ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഏരിയ കണ്ടുപിടിക്കേണ്ട ഏരിയ ബൈ നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ ആ ഡാറ്റ നമ്മൾ ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000/5. 6 5 30, 600 = എത്ര കിട്ടും നമുക്ക്? 600 മീറ്റർ. 600 മീറ്ററിന് നമുക്ക് കിട്ടും. എത്ര മീറ്റർ നമുക്ക് ആവശ്യമുണ്ട്? 600 മീറ്റർ നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇനി എത്രയും നമുക്ക് തന്നിരിക്കുന്നത് പെർ മീറ്റർ ₹15 ആണ് പെർ മീറ്റർ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരിക? ടോട്ടൽ കോസ്റ്റ് = 600 × 15. 600 × 15 ₹15 പെർ മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 600 മീറ്റർ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വരുന്ന കോസ്റ്റ് 600 × 15 ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ എത്രയാണ്? 5 6 30. നമുക്ക് എത്രയാണ് വരുന്നത്? 1 6 30 9,000. നമുക്ക് എത്രയാണ് വരുന്നത്? ₹9,000 ആണ് നമ്മുടെ കോസ്റ്റ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മീറ്റർ തന്നിട്ടുള്ളത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ എഴുതാം. അതെല്ലാം നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മീറ്റർ വൈഡാണ്.
അല്ലേ 3 മീറ്റർ വൈഡാണ്. നമുക്ക് തന്നിരിക്കുന്ന കാർപ്പറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് 50 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 മീറ്ററാണ്. അപ്പം നമുക്ക് ആ ഒരു വീതിക്ക് ഇത്ര വീതിയിൽ എത്ര കാർപ്പറ്റിൻ്റെ വിഡ്ത്ത് ടോട്ടലി നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം 3/0.5 ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക ഈക്വൽ ടു ഇത് 30/5 വരും ഈക്വൽ ടു 6 വരും. 6 മീറ്റർ എന്ന് പറയുന്നത് ഈ കാർപ്പറ്റിൻ്റെ ഈ കൊറിഡോറിലേക്കുള്ള വിഡ്ത്തായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കാർപ്പറ്റ് വേണം? ഈ വിഡ്ത്ത് എത്ര സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ എത്ര മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്? 100 മീറ്റർ അല്ലേ? അപ്പോൾ 6 മീറ്റർ ഇൻറ്റു 100 അപ്പോൾ എത്ര വരുന്നത് 600 മീറ്റർ. അപ്പോൾ ടോട്ടൽ 600 മീറ്റർ കാർപ്പറ്റ് വേണം. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ വെച്ച് ചെയ്യാം. അതല്ല നിങ്ങളൊരു സിസ്റ്റമാറ്റിക് മെത്തേഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്താലും മതി. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. Diameter of a wheel is 3 meter. The wheel revolves 28 times in a minute. To cover 5.280 kilometer distance, the wheel will take how many minutes? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ? ഇങ്ങനെ ഒരു വീലുണ്ട്, സർക്കുലർ നമുക്കൊരു വീലുണ്ട്. ആ വീലിൻ്റെ ഡയമീറ്റർ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്ററാണ്. എത്രയാണ് നമ്മുടെ ഡയമീറ്റർ? അപ്പോൾ ഈ വീല് ഒരു മിനിറ്റിൽ 28 ടൈംസ് ഇത് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5.280 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിപ്പം ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പം ഇത് എത്ര ഏരിയയാണോ അതായിരിക്കും ആ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് ഈക്വൽ. ഇതിൻ്റെ സർഫസ് ഏരിയ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ വീല് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് ഈക്വൽ ആയിരിക്കും എന്ത്? അത് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കടന്നു പോയ ഡിസ്റ്റൻസും അതിൻ്റെ സർക്കംഫറൻസും ഈക്വൽ ആയിരിക്കും. അപ്പം സർക്കംഫറൻസ് നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 5 ഇൻറ്റു ഡയമീറ്റർ. മനസ്സിലായി? നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് 5 ഇൻറ്റു ഡി ആണ്. അപ്പം പൈയുടെ വാല്യൂ എത്രയാണ്? എപ്പോഴും ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 22/7 ആണ് പൈയുടെ വാല്യൂ. അപ്പോൾ 22/7 ഇൻറ്റു ഡയമീറ്റർ എത്രയാണ്? 3 മീറ്റർ ഇൻറ്റു 3. അപ്പോൾ എത്രയാണ് വരുന്നത്? 66/7. ഇത് അങ്ങനെ വയ്ക്കുക, ഇതൊന്നും ചെയ്യണ്ട. 66/7 ആണ് ഇതിൻ്റെ സർക്കംഫറൻസ് വരുന്നത്. 66/7 എന്ന് പറയുന്നത് ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. ഇത് ഒരു വട്ടം റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ഈക്വൽ ടു ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്. മനസ്സിലായോ? അപ്പം ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 28 ടൈംസ് ഒരു മിനിറ്റിൽ റിവോൾവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഈ വീല് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? എത്ര മീറ്റർ അത് കവർ ചെയ്യും? അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പം 1 മിനിറ്റിൽ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 66/7 ഇൻറ്റു 28. മനസ്സിലായില്ലേ? ഇത് ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പം അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒരു മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നുള്ളതിന് നമുക്ക് 28 തവണ അത് റിവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 66/7 ഇൻറ്റു 28 എന്ന് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 7ഉം 28ഉം 4 വരും. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 6 4s are 24, 2 24 25 26 264 മീറ്റർ. 264 മീറ്ററാണ് ഈ വീല് ഒരു മിനിറ്റിൽ കവർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ? 5.280 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര മിനിറ്റ് വേണം എന്നുള്ളതാണ്. അപ്പം 5.280 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എത്രയാണ് വരുന്നത്? 5280 മീറ്റർ ഇൻറ്റു 1000. ഒരു മിനിറ്റ് കവർ ചെയ്യാൻ 264 മീറ്റർ. ഒരു മിനിറ്റിൽ 264 മീറ്റർ ആ വീല് കവർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5280 മീറ്റർ എത്ര മിനിറ്റിലാണ് കവർ ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 5280 മീറ്റർ എത്ര മിനിറ്റിൽ കവർ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു മിനിറ്റിൽ 264 മീറ്റർ കവർ ചെയ്യും.
അപ്പോൾ ഈ 5280 മീറ്ററിൽ എത്ര മിനിറ്റിൽ കവർ ചെയ്യുമെന്ന് എങ്ങനെയാണ് നമ്മൾ കാണുക? ഈക്വൽ ടു 5280 by 264. മനസ്സിലായോ? ഇത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, ഓപ്ഷൻസ് നോക്കുക. 10 വെച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് 0 ആണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ 10, 20 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ 10 വെച്ചിട്ടായത് കാരണം 2640 അല്ല. അപ്പോൾ നമ്മൾ 10 കട്ട് ചെയ്തു. നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് പോവാം. നമ്മൾ ഡിവിഷൻ ചെയ്ത് നോക്കാൻ സമയം കളയേണ്ട കാര്യമില്ല. ഇനി 20. അപ്പോൾ നോക്കൂ, 0 0 വന്നു, 4 2s are 8, 6 2s are 12, 2 വന്നു, 2 2s are 4 + 1 5. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 20 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 20 മിനിറ്റ്. മനസ്സിലായോ? നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിൻ്റെ തന്നെ കൺസെപ്റ്റ് മാറിയിട്ടായാലും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് വഴി ചോദിച്ചാൽ മതി. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ പാത്ത് ഓഫ് യൂണിഫോം വിഡ്ത്ത് സറൗണ്ട്സ് എ സർക്കുലർ പാർക്ക്. The difference of internal and external circumference of this circular path is 132 meter. Its width is. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പാത്ത് ഉണ്ട്, യൂണിഫോം വിഡ്ത്ത് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള ഒരു വഴി. ഒരു സർക്കിളിലുള്ള ഒരു പാർക്കിനെ കവർ ചെയ്തുകൊണ്ട് യൂണിഫോം ആയിട്ട് വിഡ്ത്തുള്ള ഒരു സർക്കുലർ പാത്ത് അതിൻ്റെ ചുറ്റും ഉണ്ട്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡിഫറൻസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സർക്കും. അപ്പോൾ ഈ പാത്തിൻ്റെ, ഈ സർക്കുലർ പാത്തിൻ്റെ എക്സ്റ്റേർണലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സർക്കംഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? 132 മീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാത്തിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാത്തും പാർക്കും തമ്മിൽ മാറിപ്പോരുത്. ഇപ്പോൾ സർക്കുലർ ഒരു പാർക്ക്, ഇതാണ് നമ്മുടെ പാർക്ക്. ഇതിന് ചുറ്റും സർക്കിളിൽ തന്നെ നടക്കാനുള്ള ഒരു പാത്തും ഉണ്ട്. അപ്പം അതിൻ്റെ ഇൻറ്റേർണൽ, ഇപ്പോൾ ഇതിനുള്ളൊരു ഈ പാർക്കിൻ്റെ റേഡിയസ് 6 വിചാരിക്കൂ. ഈ പാത്തിൻ്റെ റേഡിയസ് വരുന്നത് ക്യാപിറ്റൽ 6 വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, ഈ സർക്കംഫറൻസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 132 മീറ്ററിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിൻ്റെ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതെത്രയും നമുക്ക് തന്നിരിക്കുന്നത്? ഇതിൻ്റെ സർക്കംഫറൻസിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ സർക്കംഫറൻസ്? എങ്ങനെയാണ് നമ്മൾ റേഡിയസ് വെച്ചിട്ട് കാണാനുള്ള ഫോർമുല എന്താണ്? സർക്കുലർ പാത്തിൻ്റെ സർക്കംഫറൻസ് ഈക്വൽ ടു 2πr ആണ് അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? 132 തന്നിട്ടുണ്ട്. എന്താണ് ഈ 2π ക്യാപിറ്റൽ ഔട്ടർ സർക്കംഫറൻസ് മൈനസ് 2π ഇന്നർ സർക്കംഫറൻസ് നമുക്ക് 132 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2π നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. 2π × r - r എന്ന് പറയുന്നത് 132 ആണ്. അങ്ങനെയാണെങ്കിൽ r - r എത്രയാണ്? 132/2π ക്യാൻസൽ ചെയ്തു. അപ്പം 6 2s are 12, 12 66 ഈക്വൽ ടു 66/π വന്നു. പൈയുടെ വാല്യൂ എത്രയാണ്? ഇതെപ്പോഴും റിമെമ്പർ ചെയ്യണം. 22/7 ആണ് പൈയുടെ വാല്യൂ വരുന്നത്. അപ്പം 66/22/7 22 എഴുതി മുകളിലേക്ക് 7 നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 22ഉം 66ഉം 3 വരില്ലേ? 2 3s are 6, 2 3s are 6. അപ്പോൾ 3 × 7 എത്രയാണ്? 21 മീറ്ററിന് നമുക്ക് ഇതിൻ്റെ റേഡിയസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടിയത്? 21 മീറ്ററിന് നമുക്ക് കിട്ടി. എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ വിഡ്ത്ത് r - r എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഡ്ത്ത് അല്ലേ? ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ റേഡിയസ് ബൈ ഇന്നർ റേഡിയസ് അല്ലേ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ഈക്വൽ ടു 21 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ നടക്കാനുള്ള വഴിയുടെ വിഡ്ത്ത് നമുക്ക് എത്ര കിട്ടി? 21 മീറ്ററിന് കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി സ്ക്വയർ ടൈൽസ് ഈച്ച് 4 decimeter സൈഡ് will be required to cover the floor of a room 8 meter long and 6 meter broad. 8 meter ലോങ്ങും അതുപോലെ തന്നെ 6 meter, ഇപ്പോൾ 8 meter ലോങ് അതുപോലെ തന്നെ 6 meter ബ്രോഡുമായിട്ടുള്ള ഒരു റൂം കവർ ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ടൈൽസ് വേണം? അത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഓരോ ടൈലിൻ്റെ ഈച്ച് സൈഡ് എന്ന് പറയുന്നത് 4 decimeter ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈല് അതുപോലെ തന്നെ റൂം കവർ ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിനുള്ള ഫോർമുല നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റൂം. അപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന റൂമിൻ്റെ ഏരിയ
ബൈ ഏരിയ ഓഫ് ടൈലാണ്. ഈ ഫോർമുല എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഡാറ്റകൾ എന്തെങ്കിലും നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഏരിയ ഓഫ് റൂം കണ്ടുപിടിക്കാം അല്ലേ? ഏരിയ ഓഫ് റൂം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? നമുക്ക് ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് റൂം എന്താണ്? ഈക്വൽ ടു L ഇൻറ്റു ബി. എത്ര തന്നിരിക്കുന്നത്? 8 ഇൻറ്റു 6 എത്രയാണ് വരുന്നത്? 48 മീറ്റർ സ്ക്വയറിന് നമുക്ക് ഏരിയ ഓഫ് റൂമിൻ്റെ ഏരിയ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഏരിയ ഓഫ് ടൈൽ. ഏരിയ ഓഫ് ടൈൽ എന്താണ്? എ സ്ക്വയർ. ഏരിയ ഓഫ് ടൈൽ എന്താണ്? എ സ്ക്വയർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എ സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സൈഡ് തന്നിട്ടുണ്ട്. സൈഡ് എത്ര തന്നിരിക്കുന്നത്? 4 ഡെസിമീറ്റർ. ഡെസിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻1. 4 × 10⁻⁻1 ആണ് അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ടൈലിൻ്റെ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എത്രയാണ്? ഇൻറ്റു സ്ക്വയർ കൊടുക്കുക, എ സ്ക്വയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര വരും? 4 സ്ക്വയർ 16 ഇൻറ്റു 10⁻⁻2 മീറ്റർ സ്ക്വയറിന് നമ്മുടെ ടൈലിൻ്റെ ഏരിയയും നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ടൈൽസ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഏരിയ ഓഫ് റൂം എത്രയാണ്? 48 മീറ്റർ സ്ക്വയർ ബൈ 16 ഇൻറ്റു 10⁻⁻2 മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 48. 16 48ൽ എത്ര തവണ പോവും? 6 8 ആവണമെങ്കിൽ എത്ര? 3 വെച്ച് നോക്കൂ. അപ്പം 3 വന്നു. ഇനി 3 മാത്രമല്ലല്ലോ, 3യും ഇൻറ്റു 10⁻2. താഴത്തുള്ള -2നെ മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എത്രയാണ് വരുന്നത്? 300. അപ്പോൾ നമ്പർ ഓഫ് ടൈൽസ് എത്രയാണ് വേണ്ടത് നമുക്ക്? 300. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഫോർമുല മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് ടൈൽസ് റിക്വയർഡ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റൂം ബൈ ഏരിയ ഓഫ് ടൈലാണ്. ഏരിയ ഓഫ് റൂമോ കോറിഡോറോ എന്തോ ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലത്തിൽ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി ഓർത്ത് വയ്ക്കുക, ഫോർമുലാസ് എഴുതുക. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം തന്നെ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിവിടെ ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഞാൻ കോമൺ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ടിരിക്കരുത്. ഇതൊരു ബേസിക് ആയിട്ടൊരു പ്രോബ്ലമായിട്ട് എഴുതി വയ്ക്കുക. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നോ വേറെ ബുക്സിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ട് ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതെല്ലാം വെച്ച് നമ്മൾ കുറച്ചും കൂടിയും ഈ ക്വസ്റ്റ്യൻസും ഈ മെത്തേഡും ടെക്നിക്കും ഒക്കെ ആയിട്ട് ഫെമിലിയർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. വേറെ ടൈപ്പ് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, നമ്മളുടെ ചാനലെല്ലാം ആദ്യം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ ലൈവ് ട്രെയിനിങ് സെഷനുകളിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതെ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ കമൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മളോട് കമൻസ് വഴി പറയാവുന്നതാണ്. ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം.